മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മൈക്കിൾ കാരിക്കിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂന്നാമത്തെ മാച്ചിലും മൈക്കിൾ കാരിക്ക് വന്ന ശേഷം മൂന്നാമത്തെ മാച്ചിലും വിജയിച്ചിരിക്കുന്നു. വാട്ട് എ പെർഫോമൻസ് മാൻ. ഇതാണ് ആക്ച്വലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫാൻസ് ഇത്രയും നാൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ ഒരു കളി കാണാൻ, അത് ഓൾഡ് ട്രാഫോർഡിന്റെ മണ്ണിൽ വേറെ ലെവലായിരുന്നു കേട്ടോ. 85 മിനിറ്റ് വരെ 2-0, 85 മിനിറ്റ് വരെ 2-0 മുന്നിട്ട് നിന്ന് കംഫർട്ടായി ജയിക്കുന്നു തോന്നിയ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു. 19-ാം മിനിറ്റിൽ കസമിറോയുടെ ഹെഡറിലൂടെയാണ് യുണൈറ്റഡ് ഫസ്റ്റ് ഗോൾ അടിച്ചത്. പിന്നെ മാത്യു കുന അടിച്ച ഒരു കസമിറോയുടെ ഒരു നോ ലുക്ക് പാസിൽ മാത്യു കുനയുടെ ഒരു ഗോൾ ഉഗ്രൻ. 2-0, 85 മിനിറ്റ് വരെ 2-0 ഓൾഡ് ട്രാഫോർഡിൽ തോൽക്കില്ല എന്ന് പ്രതീക്ഷിച്ചെടുക്കുക. ഫുൾഹാം ഈ സീസണിൽ നല്ല ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ്, 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ഫുൾഹാം. പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ലാസ്റ്റ് രണ്ട് കളിയിൽ നല്ല ഫോമിൽ വലിയ ടീമിനെ, ആർസണൽ, സിറ്റി പോലുള്ള ടീമിനെ തോൽപ്പിച്ച് വന്നൊരു ടീമാണ്. 85-ാം മിനിറ്റിൽ ഫുൾഹാമിന് ഒരു അനുകൂലമായിട്ടൊരു പെനാൾട്ടി കിട്ടുന്നു. ജെമിനസ് ഡയറക്റ്റ് സിമ്പിൾ ഒരു ഗോള് പെനാൾട്ടി അടിച്ചു, 2-1. പിന്നീട് അങ്ങോട്ട് കളി ഒന്ന് മാറുവാണ് കേട്ടോ. ഇഞ്ചുറി ടൈമിന്റെ 91-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയ കെവിൻ ഒരു അബ്സല്യൂട്ട് വണ്ടർ ഗോള്. ഓൾഡ് ട്രാഫോർഡ് സൈലന്റ്, ഒന്നും പറയാനില്ല. 2-2. 91-ാം മിനിറ്റിലാണ് നോക്കണം. 9 മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച ആ ഒരു സമയം നമ്മുടെ 94-ാം മിനിറ്റിൽ ബെഞ്ചമിൻ സെസ്കോയുടെ വക സൂപ്പർബ് ഗോള്. ഫെർണാണ്ടസിന്റെ കിടു ഒരു പാസ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് ടേൺ ചെയ്ത് 94-ാം മിനിറ്റിൽ 3-2. എന്റെ പൊന്നോ, എന്താണ് കളി! ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി, ഫാൻസ് പ്രതീക്ഷിക്കുന്ന കളി. മൈക്കിൾ കാരിക്കിന്റെ ടാക്ടിക്സ് ഇപ്പൊ വർക്കാവുന്നുണ്ട് നമുക്ക് 3 കളിയോടെ മനസ്സിലായി. ഫുൾ എല്ലാവരും നല്ല എനർജിയിൽ 90 മിനിറ്റ് വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എല്ലാ പ്ലെയറും ഒരേ ലെവലിലാണ് ഇപ്പൊ കളിക്കുന്നത്. അത് തന്നെയാണ് മൈക്കിൾ കാരിക്കിന്റെ സൈഡിൽ നിന്ന് മൈക്കിൾ കാരിക്ക് വന്നതിന് ശേഷം ഒരു വലിയ മാറ്റം ഉണ്ടായത്. തോൽക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പൊ കളിക്കുന്നത്. ഫാൻസിന് ഇതാണ് വേണ്ടത്. എല്ലാ പ്ലെയേഴ്സിനും ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്ലഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നമുക്ക് ജയിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ജയിച്ചു കഴിഞ്ഞാല് നിങ്ങളെ സ്റ്റേഡിയം നിങ്ങൾ കാണണം, ഫുൾ റെഡ്. ഇപ്പൊ മൂന്നാമത്തെ കളി ജയിച്ച് ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പ്രീമിയർ ലീഗിന് 4ാം സ്ഥാനത്ത്. എവിടെ ഉണ്ടായിരുന്ന ടീമാണ്? കഴിഞ്ഞ 2 സീസണിൽ ചാമ്പ്യൻസ് ലീഗ് പോലും കാണാത്ത ടീമാണ്. ഇതുപോലെയാണ് പോകുന്നെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ.